ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനായി തുണി 4ആയിട്ട് മടക്കിയിട്ടു. അപ്പോൾ അതിൻ്റെ തലഭാഗത്ത് കുറച്ച് കീറൽ കാരണങ്ങളുള്ള കാരണം ഞാൻ ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈന് കൊടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 4ആയി മടക്കിയിട്ട് 2 സ്ലീവ് ഒരുമിച്ചാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 4ആയി മടക്കി വരുന്ന ഭാഗത്ത് ആ ലൈനിൽ നിന്ന് താഴോട്ട് ഞാൻ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത്. അതിന് ഞാൻ ആം ഹോൾ എടുത്തിട്ടുള്ളത് 8 കേട്ടോ. അപ്പോൾ ആം ഹോൾ 8 ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനാൽ നമ്മൾ ശരിക്കും ആം ഹോളിനോട് ഒരു 3 പോയിൻ്റ് കൂട്ടിയിട്ട് വേണം നമ്മൾ നേരെയുള്ള വര വരയ്ക്കാൻ. അപ്പോൾ ഇതിലെനിക്ക് ഒരു 10 കിട്ടിയിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് കിട്ടും. എന്നിട്ട് ഓപ്പൺ വരുന്ന ഭാഗത്തേക്ക് താഴേക്ക് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതും 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റുകൾ തമ്മിൽ നേർരേഖ വരയ്ക്കണേ. അത് വരച്ചതിന് ശേഷം ആ നേർരേഖയുടെ സെൻറ്റർ പോയിൻ്റ് കണക്കാക്കുക. എന്നിട്ട് ആ സെൻട്രൽ പോയിൻറ്റിൻ്റെയും അപ്പുറം ഇപ്പുറം നടുക്കായിട്ട് പിന്നെ 2 സെൻട്രൽ പോയിൻ്റ് കണക്കാക്കിയിട്ട് മുകൾ ഭാഗത്തുനിന്ന് ആദ്യം ഫസ്റ്റ് കണ്ട സെൻട്രൽ പോയിൻറ്റിലേക്ക് നമ്മളൊരു കർവ് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ 3 ഇഞ്ച് കൊടുത്ത ഭാഗത്തേക്ക് ഒരു കർവ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത് സെൻറ്ററിൽ നിന്ന് ഓപ്പൺ ഭാഗത്തേക്ക് കൊടുക്കുന്നതിന് സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഒരു പോയിൻ്റ് കൊടുത്തിട്ട് അതിലൂടെ വേണം വരച്ചെടുക്കാൻ. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് കണക്കാക്കിയത് 22.5 ഇഞ്ചാണ് കേട്ടോ. ആ 22.5 ഇഞ്ച് ലെങ്ത്ത് എടുത്ത് അതിന് ശേഷം അതിന് താഴ്ഭാഗത്ത് വീതി കൊടുത്തത് 6 ഇഞ്ചാണ്. ഇവിടെ ശരിക്കും എനിക്ക് 5 ഇഞ്ച് മതി. 10 കയ്യിൻ്റെ ചുറ്റുള്ള മെഷർമെൻറ്റ്. പക്ഷേ 1 ഇഞ്ച് നമ്മൾ സ്ലീവ് എലവൻസ് കൂട്ടിയിട്ട് 6 ഇഞ്ചാക്കിയിട്ടാണ് ഈ ഒരു വീതി കണക്കാക്കിയത്. അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മുകൾ ഭാഗത്ത് അതിൻ്റെ സെൻട്രൽ പോയിൻറ്റിന് ഒരു നോച്ചിട്ട് കൊടുക്കണം കേട്ടോ. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ നോച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കുക. ആ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ ഈ സെൻട്രൽ പോയിൻ്റ് സ്ലീവിൻ്റെ മേലെയുള്ള സെൻട്രൽ പോയിൻറ്റിൽ ഒരു നോച്ചിട്ട് കൊടുക്കുക. ഈ നോച്ച് നമുക്ക് എളുപ്പം അത് സെൻട്രലിൽ കിട്ടിയിട്ട് നമുക്കത് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ യൂണിഫോം ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്ലീവ് ജോയിൻ ചെയ്യാൻ കൂടി ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ യൂണിഫോമിൻ്റെ നല്ല ഭാഗം, അതായത് അടിച്ച് വെച്ച നല്ല ഭാഗവും സ്ലീവിൻ്റെ നല്ല ഭാഗവും 2 ഭാഗവും നല്ലതായിട്ട് വരണം ജോയിൻറ്റ് ചെയ്യുമ്പോൾ. അതായത് ഉള്ളിൽ 2 വശവും നല്ല വശമായിട്ട് വരണം. ഇതിപ്പോൾ ഞാൻ വെച്ചത് നല്ല വശമാണ്. നമ്മൾ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ ടോപ്പിൻ്റെ അതിൽ മുകളിലേക്ക് ഇതിൻ്റെ നല്ല ഭാഗവും 2 യോജിച്ച് വരുന്ന പോലെ വെക്കണം. പുറത്തേക്ക് ചീത്ത ഭാഗമായിരിക്കും, പക്ഷേ ഉള്ളിലേക്ക് 2 നല്ല ഭാഗങ്ങൾ തമ്മിൽ യോജിച്ച് വെച്ചതിൻ്റെ ശേഷം ആ സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക. എപ്പോഴും ആ സെൻറ്ററിൽ നിന്ന് കൊടുക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ആ സ്ലീവ് താഴ്ഭാഗത്തേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ആ 2 ഭാഗം പിടിച്ചിട്ട് നമ്മൾ അതുപോലെ വെച്ച് ഒരു ജോയിൻറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് കിട്ടും. അപ്പോൾ അതിന് ശേഷം ഫൈനൽ ഞാൻ സ്ലീവ് അടിച്ചടിച്ചതിന് ശേഷമുള്ള